ഹലോ ഗൈസ്, നമ്മള് ആദ്യമായിട്ട് നമ്മള് പെയ്ഡ് സെർവർ ആദ്യമായിട്ട് നമ്മൾ പെയ്ഡ് സെർവർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ജാവ പ്ലസ് ബെഡ്റോക്ക് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ഹോസ്റ്റ് ഒന്നല്ല, ചെറിയ ഒരു ഹോസ്റ്റാണ്. എന്തുവാണത്? ജാവന്റെ സ്കെൽറ്റനായോണ്ട് ഇങ്ങനെ ധൈര്യമായിട്ട് അടിക്കുന്നത്. അല്ലെങ്കിൽ ഐ ഡി പോർട്ടൊക്കെ നമ്മള് ഡിസ്കൗണ്ട് ഇട്ടുണ്ട്. ഇപ്പൊ അതിൽ കേറാൻ ആഗ്രഹമുള്ളവര് ഒന്നും ചെയ്യണ്ട, കമന്റ് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, അത്ര തന്നെ. വേറൊന്നും. ക്രീപ്പർ കൊല്ലന്നെ. ജനറൽ സെർവർ ഐപിയില് ഓല് ഇത് സെറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. പ്ലഗിൻസ് ഒക്കെ ആഡ് ചെയ്യാൻ ഞാൻ ഒന്ന് അർജന്റായി പറഞ്ഞല്ലേ. അപ്പോൾ നമ്മള് ഒരു സെർവർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നതിൻ്റെ സന്തോഷമാണ്. അയ്യോ, രാത്രി ആയതിൻ്റെ സങ്കടമുണ്ട്. അയ്യോ, ടോജി അണ്ണ ഇയാളല്ലേ ഇത്ര എക്സൈറ്റഡ് ആയിരുന്നത്, ഇപ്പൊ എന്തായി? പിന്നെ രാത്രി 9:47 ഉണക്കി ഞാൻ താക്കാൻ കിടന്നുറങ്ങണം. വെൽക്കം ടു സെർവർ ഐപി ബ്രോ. നിന്നെ ഞാനിപ്പോ 8 മണിക്ക് ലോഞ്ച് ആവുന്ന പറഞ്ഞിട്ട് 9:15 മോൺസ്റ്റർ ഹണ്ടർ. നാളെ കളിച്ചാ പോരാ എല്ലാവർക്കും. അതന്നെ, നാളെ കളിച്ചാ പോരെ. എന്നാ നാളെ കളിക്കാം. ഇവിടെ ഒരു സ്റ്റോണേജ് ആയി. ഞാൻ പോയി ഡ്രാഗൺ കൊന്നിട്ട് വരാം. നാളെ കളിക്കാം. നാളെ അല്ല, ഇനി ശനിയാഴ്ച. ഈ സെർവർ ഇനി ശനിയാഴ്ച. ഓക്കെ. വില്ലേജ് മക്കളെ നിർത്തടാ. ഒരു സ്കൾട്ടർ അടിച്ചിട്ട് അതിനാ തീർന്ന്. അതിനുള്ളൂ ഞാൻ. അയ്യോ, ലാഗും അതിൻ്റെ ഇടയ്ക്ക്. ടോജിയോ ആൻഡ് വാസ് ലൈൻഡ് ബൈ മൊട്ട പപ്സ്. ഫസ്റ്റ് കിൽ ഇൻ ദിസ് സെർവർ. നിർത്തടാ, കളി നിർത്തടാ. കില്ലഡ് ബൈ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഡേ ഓപ്പൺ ആയിരിക്കുകയാണ്. കൊല്ലടാ ധൈര്യണി, കൊല്ലടാ. എത്ര നേരം കൊല്ലാൻ കൊണ്ടിരുന്നവന്മാരല്ലേ. സ്കൾട്ടറിന്റെ അടുത്ത് കൊല്ലാൻ പറഞ്ഞപ്പോ ക്രീപ്പർ കൊല്ലണു. അത് അപ്പൊ ഐശ്വര്യമായിട്ട് സ്റ്റോണേജിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. സ്റ്റോണേജ് ഒക്കെ ഇട്ട് ഇറങ്ങാടാ. അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ടൈം കണ്ടിരിക്കുന്നു. പാവം. വെയിറ്റ് ആക്ക് ബ്രോ. ടോജിയുടെ സെർവറാണ്. ടോജി പൈസ കൊടുത്തില്ല എന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ടോജിയുടെ കയ്യിലാണ് ഈ സെർവറിന്റെ എല്ലാവരും കൊടുത്തിരിക്കുന്നത്. ഈ ആയംകുളത്ത് പൊട്ടിച്ച് നീ കണ്ടോ? ചാവുണ്ണേ ചോട 2 കാട്ടാ. എടാ നിനക്ക് എന്താ വേണ്ടത്? എന്റെ പൊന്നൊരു ഗോളത്തിനെ കൊള്ളാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ. അങ്ങനെ അയണം നമ്മൾ സെറ്റായിരിക്കുന്നു ഈ വേൾഡില്. ആ നീല ആരാ? ടോജിയല്ലേ? ഞാൻ എന്നെ ഉണ്ടാക്കിയേക്കണ്.
ഞാൻ ചത്തേനാ നീ സമാധാനം പറയോടാ. ചത്തതിനാലോ നിന്റെ ഫോണുണ്ടോ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആ എനിക്കറിയാടാ, നിന്നെ എനിക്കറിയാ. കോപ്പി റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ആ കൊറേ നേരെ ഏ നിന്നോടൊക്കെടാ പറഞ്ഞേ കൊറച്ച് കഴിഞ്ഞിട്ട് നാളെ കളിക്കാടാ. നിക്കടാ, നാളെ കളിക്കുമ്പോ ആ മൂട് പോവും. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഞാൻ അയണാർമറാണോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല. എന്തായാലും നിങ്ങൾ ഈ സെർവറിൻ്റെ തുടക്കം എന്തായാലും നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഒരു കേവിൽ ഇറങ്ങി ഡയമണ്ട് ആർമറായി. എക്സറീസ് നോട്ട് അലൗഡഡ്. അപ്പോൾ അതുകൊണ്ട് കഷ്ടപ്പെട്ട് മൈൻ ചെയ്തെടുത്തു. കുറച്ച് ഈ ചെസ്റ്റിലുണ്ടെന്ന് തോന്നുന്നു, കുറച്ച്. ഓക്കെ, കുറച്ച് ഇരിപ്പുണ്ട്. ഒരു 16 ഡയമണ്ട്. പിന്നെ ബാക്കി ഞാൻ ടൂൾസ് പോലും ഫുൾ ഉണ്ടാക്കിയിട്ടില്ല. ബാക്കി ദേ ഇവിടെ ഒരു മതിയായ മലയായിരുന്നു, അത് മൊത്തം ഇടിച്ചിട്ടു. ഒരു 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 ചെറിയൊരു ബിൽഡ്, അത്ര ചെറിയൊരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു മല മൊത്തം ഇടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഡേർട്ട് വെച്ച് ഞാൻ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ടോജിക്കൊക്കെ അവിടെ ബേസ് ഓൺ ദ വേ ആണ്, വിൻജിൻ്റെ ബേസ് ഓൺ ദ വേ ആണ്. അപ്പം നമുക്ക് ബേസ് വേണം. പിന്നെ MC ലൈഫിൻ്റെ എപ്പിസോഡും നമുക്ക് അധികം വൈകാതെ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ എടുത്തില്ലെങ്കിൽ എന്നെ അതിന് പുറത്താക്കും. അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് ഇത്രയും വേഗം സെറ്റ് ചെയ്യണം. ഇഞ്ചിൻ, പബ്സ്, ഗോസ്റ്റ്, ബീച്ചാൻ, അൾട്രാഗൈ, പിന്നെ മൂൺ ഗെയിമർ, പിന്നെ VGS. VGS അഖില്. ഇത്രയും പേരാണ് മെയിൻലി നമ്മുടെ ഇതിൽ കളിക്കാൻ നമ്മുടെ ഡിസ്കോഡിലൊക്കെ ഉള്ളത്. കുറേ എണ്ണങ്ങൾ ഇതിൽ കയറിയിട്ട് പോലും ഇല്ല. ബീച്ചാനൊക്കെ അവനൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ ബിസിയായിട്ട് നടക്കാം, അവന് കിട്ടണ പോലും ഇല്ല. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ടായിരിക്കും ഫസ്റ്റ് എപ്പിസോഡ് ഇറക്കുക. കാരണം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം ടൈമില്ല, മെയിൻലി ടൈമില്ല. അപ്പോൾ കുറച്ച് പണിയായിട്ടാണ് ഞാൻ നമ്മുടെ ബേസിൻ്റെ ചെയ്യണത്. അപ്പോൾ അടുത്തത് ഇനി എപ്പോഴാണ് എടുക്കണം, അപ്പോൾ എത്രത്തോളം ആയെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്തൊക്കെ എടുത്തു? ഒരു 4 സ്റ്റാക്ക് അയൺ എടുത്തു. പിന്നെ എന്നാ ഒരു 2 തരാ. പിന്നെ കുറച്ച് സാപ്ലിങ്, 3 തരം സാപ്ലിങ് എടുത്തു. പിന്നെ 5 എമറാൾഡ് തിരിച്ചു വെച്ചു. 29 എന്തുട്ട് ലെതർ മൊത്തം വാങ്ങിച്ചല്ലോ. ഫോണ് നമുക്ക് ആവശ്യം വരണ്ട, ഞാൻ പൊടിച്ചു തരാം. നമ്മൾ ഇതില് ആർക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ വേഗം കയറിക്കോ. ഓക്കെ, മുക്കാനൊക്കെ കുറെ പേരുണ്ടാവും. അതൊക്കെ ഞാൻ റിച്ച് ആയിട്ടുണ്ടാവും. എല്ലാവർക്കും ഡയമണ്ട് ദാനമായിട്ട് കൊടുക്കാം, അല്ലേ ടോജി? നീ ബാക്കി ഊറ്റിയെടുത്തെന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ആരും ഊറ്റിയിട്ടില്ല. ഞാൻ ഒറ്റ ഡയമണ്ട് പോലും ആരും ഊറ്റിയിട്ടില്ല. ഉണ്ട്. ടോജിയുടെ 3 ഡയമണ്ട് എടുത്തുണ്ട് പിക്കാസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഗൈസ് നമുക്കൊരു പണിക്കാരനെ കിട്ടിയിരിക്കുകയാണ്, അല്ലേ? ചെറുതായിട്ട്. ഇപ്പോൾ പണിക്കൂലിയായിട്ട് ഫുൾ അയൺ ആർമറും ഫുൾ ടൂൾസും, അയൺ ടൂൾസ്. ഓക്കെ അല്ലേ? നീ ഇപ്പൊ ഫോണിലാണോ നീ ഇപ്പൊ നിക്കണത്? അല്ല, ഫോണിലല്ല, ഞാൻ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ചത്തിട്ട് ഈ ബബിള് കൂട്ടാൻ പിടിക്കുന്നത്. അവർ പണിക്കാരൻ എത്തിയിരിക്കുന്നു, പ്രോ പണിക്കാരൻ. ഇടാ ഇമോട്ടൊന്നുമില്ല, പാവപ്പിടിച്ചവന. വീടൊന്നുമില്ല, അതിനാ നിന്നെ വിളിച്ചേക്കണത്. നീ ഇറങ്ങിയിട്ടില്ലെന്തോ കണ്ടിട്ട്. നോക്ക് എത്ര ശതമാനം
പറ്റി? ഒരു ഡയമണ്ട് ഷവല് പാതിയെ. ഓ അച്ചീവ്മെന്റ് വരെ ഓക്കെ. ഇപ്പൊ കിട്ടണം. എവിടാ പണിയേണ്ടെന്ന് നീ ഉണ്ടല്ലോ ആ കാണുന്ന കാട് കണ്ട അത് മൊത്തം പൊളിച്ചെടുത്തോ. ബാക്കി എന്തെങ്കിലും ആവശ്യമുണ്ട് എടാ എത്ര ഇരിക്കോ തന്നെ. നീ ഉണ്ടല്ലോ ആ കാണുന്ന ആ കാട് മൊത്തം പൊളിച്ചെടുത്തോ. ഒരു 9 സ്റ്റാക്കെങ്കിലും നമുക്ക് ഓക്ക് വേണം. അപ്പോ ബ്രിഡ്ജ് ഉണ്ടല്ലേ? ബ്രിച്ച് വേണ്ട വേണ്ട വേണ്ട, ഓക്ക് മതി. ഏത് കാടാ? ആ കാടാണോ ഈ കാടാണോ? ഇതാ കാണുന്ന കാട്. അവിടെ വുഡ് മതി എനിക്ക്. ആ മറ്റേ പിക്കാക്സ് തീരുമ്പോ സ്റ്റോൺ പിക്കാക്സ് ഉണ്ടായിക്കോട്ടോ. സോറി എനിക്കിതിരി ഫുഡ്. ആ ഫുഡ് നമുക്ക് ക്ഷാമമുണ്ട്. പക്ഷെ നമ്മുടെ പണിക്കാരും കഴിഞ്ഞിട്ടുള്ളൂ എന്തു. പറ്റിക്ക് എത്ര വിലപ്പെട്ട സാധനം തിന്നണേ. അയ്യോ ആ അയൺ ഫാമിലെ പോപ്പി മൊത്തം എടുത്തു. ഞാൻ വിചാരിച്ചു വല്ല ഡയമണ്ട് നെതറേറ്റ് വല്ലതും തരാൻ മഞ്ഞാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി 2 പില്ലറ് ഇപ്പൊ തൽക്കാലം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി 2 പില്ലറ് ഓൺ ദ വേ ആണ്. ടോജി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എന്താ ടോജി അങ്ങോട്ട് അവൻ ആ വഴി ഓടി, ഈ വഴി അടിച്ചിട്ട് ആ വഴി ഓടി. എടാ പപ്സ് ഒന്ന് സഹായിക്കടാ. ഞാൻ അല്ലെങ്കിൽ ഒരു കാലത്ത് ഉണ്ടാക്കി തീരൂല. എത്ര ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്നറിയോ? എന്താണ് ഇങ്ങ് വാണെങ്കി വന്നാ മതി. അത്രേ ഞാൻ പറയും. നിനക്ക് ഞാൻ വരാൻ മനസ്സിലായിരുന്നു. ആർമർ ഉണ്ടാക്കിയിട്ടെ തത്തു ഞാൻ. എന്റെ പൊന്നെ 42 അയൺ ബ്ലോക്ക് അത്രേ ഉള്ളു. ആ പോപ്പി അത്ര എൻ്റെ കയ്യിൽ കയറി. സൂട്ടാ ബാക്കിയൊന്നും ചെയ്ത് താടാ. പപ്സേ ഇവിടെ നിൽക്കടാ. എന്നാ ഞാൻ എന്റെ പണിയെടുത്ത് കണ്ടോ? എന്റെ ബോഡി കണ്ടോ? ഓ എന്റെ എടാ സിക്സ് പാക്ക് ആണോ അത്? ഫാമിലി ടോജി അടങ്ങിക്ക. ചത്തു. പാക്ക് ഉണ്ടെന്നുള്ളൂ, പ്രൊട്ടക്ഷൻ ഇല്ല. അതാ കാലൊക്കെ ഉണങ്ങിയിരിക്കുന്നു. കാലൊക്കെ ഉണങ്ങിയിരിക്കണെന്ന്. അതല്ല ഉണക്കരാ തൊപ്പിയിട്ട സ്കെൽട്ടൻ. ഓക്കൊന്ന് പൊടിച്ചു തരോ? എനിക്കെന്തോ കൊറേ പണി ഉണ്ട്, ഞാൻ മറന്നുപോയി. എടാ ഒന്ന് ഓക്ക് പൊടിച്ചു തന്നിട്ട് പോടാ. അത് മുഴുവൻ ഓക്ക് എനിക്ക് ഇഷ്ടല്ല മനുഷ്യ.